കുട്ടികളെ പഠിപ്പിക്കേണ്ട 6 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റത്തെ കാര്യം, ടീച്ച് ദം ടു ഹോൾഡ് ഓൺ ടു ദിയർ ഫെയ്ത്ത്. അവരുടെ ഫെയ്ത്തിനെ മുറുകെ പിടിക്കാൻ നിങ്ങൾ പഠിപ്പിക്കാം. ഏതൊക്കെ സിറ്റുവേഷൻ വന്നോട്ടെ, എന്തൊക്കെ ലൈഫിൽ വന്നോട്ടെ, മക്കൾ ആദ്യം പഠിപ്പിക്കേണ്ട സംഭവം ഹോൾഡ് ഓൺ ടു ദിയർ ഫെയ്ത്ത്. ഫെയ്ത്തിനെ മുറുകെ പിടിക്കാൻ എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും ദിസ് ഈസ് മൈ ഫെയ്ത്ത് ആൻഡ് ദിസ് ഈസ് മൈ ഐഡന്റിറ്റി, ദിസ് ഈസ് ഹൗ ഐ ലീവ് എന്നുള്ളത് പവർഫുൾ ആയിട്ട് കോൺഫിഡൻസ് ആയിട്ട് പറയാൻ വേണ്ടി പഠിപ്പിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ പാരൻസ് 18 വർഷം എനിക്ക് പഠിപ്പിച്ചെന്ന ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ടീച്ച് ദം കൈൻഡ്നെസ് ആൻഡ് എംപതി. കുട്ടികളെ വിനയത്തോടു കൂടി പെരുമാറാൻ വേണ്ടി പഠിപ്പിക്കാം. ലെറ്റ് ദം ഗോ ടു ദ വേൾഡ്, സൊസൈറ്റിയിലേക്ക് ഇറങ്ങട്ടെ. കുട്ടികൾ എന്ന് പറയുന്നത് 4 ചുമരിനുള്ളിൽ മൊബൈൽ ഫോണിൽ ഒതുങ്ങിക്കിടേണ്ടവരല്ല നിങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്, നമ്മളായിക്കോട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ 24/7 വി ഹാവ് ദറ്റ് വൺ തിങ് ഇൻ അവർ ഹാൻഡ്, മൊബൈൽ ഫോൺ. നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് ഫോൺ യൂസ് ചെയ്യല്ലേ, എത്ര സമയമാണ് ഫോൺ കാണുന്നത്. ഇത് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക, എൻ്റെ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ എൻ്റെ കുട്ടിയുടെ മുൻപിൽ ഞാൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. കുട്ടികളെന്ന് പറയുന്നത് ക്യാമറയാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒപ്പിക്കൊണ്ടേയിരിക്കും. ഫ്രം എ വെരി യങ് ഏജ് ദേ ആർ വാച്ചിങ് യു. നിങ്ങളെ കണ്ടിട്ടാണ് അവർ പറയുന്നത്, അവർ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ലൈഫിലെ ഏറ്റവും വലിയ റോൾ മോഡൽ ആവേണ്ടത് വേറെ പേഴ്സണാലിറ്റീസിനേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ദേ ഷുഡ് സേ മൈ റോൾ മോഡൽ ഈസ് മൈ പാരൻസ്. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ നിന്ന് ആ ഒരു അപ്ബ്രിങ്ങിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, സ്റ്റേ റൂട്ടഡ് ഇൻ ദിയർ വാല്യൂസ്. അവരെ വാല്യൂസിൽ റൂട്ട് ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പഠിക്കണം. ഏത് ഉയരത്തിലെത്തുന്ന സമയത്തും, ഏത് സാഹചര്യത്തിലെത്തുന്ന സമയത്തും, ഏത് വലിയ വലിയ വേദികളിൽ എത്തുന്ന സമയത്തും, ഡോക്ടറായി, ടീച്ചറായി, എഞ്ചിനീയറായി, ലോകത്തിന്റെ നാനാഭാഗത്ത് പോകുന്ന സമയത്തും അവർക്ക് അവരുടെ വാല്യൂസും അവർക്ക് അവരുടെ റൂട്ടിലും നിൽക്കാൻ വേണ്ടി പഠിപ്പിക്കണം. മാതാപിതാ ഗുരു ദൈവം പഠിപ്പിച്ച ടീച്ചർമാരെ കാണാൻ വേണ്ടി സമ്മതിക്കണം, പോകണം. രക്ഷിതാക്കളെ കെയർ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കണം, രക്ഷിതാക്കളെ നോക്കാൻ വേണ്ടി പഠിപ്പിക്കണം, ഫാമിലീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം, റിലേഷൻഷിപ്പ് എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ലെറ്റ് ദം സ്റ്റേ റൂട്ടഡ് ഇൻ ദർ വാല്യൂസ്. നാലാമത്തെ കാര്യമാണ് ബി എ ലൈഫ് ലോങ് ലേണർ. അവർ പഠിക്കട്ടെ. പഠിക്കാൻ നമുക്ക് ഇത്ര ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ലെറ്റ് ദം ലേൺ. ആ പഠിക്കൽ പുസ്തകത്തിൽ നിന്ന് മാത്രമാവരുത്. ഈ ലോകത്തേക്ക് ഇറങ്ങി, സൊസൈറ്റിയിലേക്ക് ഇറങ്ങി, ലെറ്റ് ദം ലേൺ ഈച്ച് ആൻഡ് എവറിത്തിങ്. പാവങ്ങൾ പോയി കാണട്ടെ, സന്ദർശിക്കട്ടെ, അവർ പോയി സഹായിക്കട്ടെ, ഈ ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് അവരറിയട്ടെ. വീട് എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് പുറത്തിറങ്ങിയിട്ട് അവർ പറക്കട്ടെ, പഠിക്കട്ടെ, ലേൺ ചെയ്യട്ടെ, അൺലേൺ ചെയ്യട്ടെ. പഠിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവർ തിരുത്തുകയും ചെയ്യട്ടെ. അഞ്ചാമത്തെ കാര്യമാണ് ലെറ്റ് ദം ഡ്രീം ബിഗ് ആൻഡ് വർക്ക് ഹാർഡ്. സ്വപ്നം കാണട്ടെ മക്കൾ. സ്വപ്നം കാണാൻ ഒരിക്കലും ഒരു വിലക്ക് വെക്കണ്ട.